ഹായ് ദൃശ്യം 3 ലാലേട്ടന്റെ ദൃശ്യം 3 വരുന്നത് മലയാള സിനിമയിലെ സകല റെക്കോർഡുകളും തിരുത്തി കുറിക്കാൻ തന്നെയാണ്. അതുപോലെ തന്നെ 2026 ഇതുവരെ ഇറങ്ങിയ സൗത്ത് ഇന്ത്യയിലെ എല്ലാ സിനിമകളുടെയും ഫസ്റ്റ് ഡേ കളക്ഷൻ റെക്കോർഡും ദൃശ്യം 3 തിരുത്തി കുറിക്കും. അതായത് മലയാള സിനിമയുടെ റെക്കോർഡ് എന്നല്ല, 2026 ഇതുവരെ ഇറങ്ങിയ എല്ലാ സൗത്ത് ഇന്ത്യൻ സിനിമകളുടെയും റെക്കോർഡ്, അതായത് ഫസ്റ്റ് ഡേ റെക്കോർഡ് ലാലേട്ടൻ തിരുത്തി കുറിക്കും ദൃശ്യം 3യിലൂടെ. മലയാളത്തിലെ ഏറ്റവും വലിയ താരമാരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ, ലാലേട്ടൻ. അവിടെ ആർക്കും ഒരു സംശയവുമില്ല. അദ്ദേഹത്തിന്റെ പേരിൽ 400 കോടി ചിത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ തെലുങ്കിൽ ജൂനിയർ NTRനോടൊപ്പം അഭിനയിച്ച ജനതാ ഗ്യാരേജും 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കിയതാണ്. ലാലേട്ടൻ ഗസ്റ്റ് റോളിൽ വന്ന രജനീകാന്തിന്റെ ജയിലർ എന്ന സിനിമ അത് 500 കോടിക്ക് മുകളിലും നേടിയെടുത്താണ്. പക്ഷെ ഇതൊന്നും ലാലേട്ടന്റെ റെക്കോർഡിനൊപ്പം ചേർക്കുന്നില്ല. മലയാളത്തിൽ ലാലേട്ടൻ നായകനായി അഭിനയിച്ച 4 ചിത്രങ്ങളാണ് 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തത്. അതിൽ തുടരും എന്ന സിനിമ 235 കോടിയും എമ്പുരാൻ എന്ന സിനിമ 266 കോടിക്ക് മുകളിലും നേടിയെടുത്തു. അതായത് ബോക്സ് ഓഫീസ് കിങ് അത് ലാലേട്ടൻ തന്നെയാണ്, അതിൽ ഒരു മാറ്റവും ഇല്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഫസ്റ്റ് ഡേക്ക് വേണ്ടി മാത്രം 17 കോടിക്ക് മുകളിൽ സിനിമ നേടിയെടുത്തു. വീക്കെൻഡ് കളക്ഷനായിട്ട് ഇതുവരെ 24 കോടിക്കടുത്ത് സിനിമ നേടിയെടുത്തു എന്ന്. അതുപോലെ തന്നെ ഇനിയുള്ള 2 ദിവസങ്ങൾ സിനിമയ്ക്ക് ഗംഭീര കളക്ഷൻ ആയിരിക്കും എന്നും പറഞ്ഞിരുന്നു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ഗംഭീര ബുക്കിംഗ് ആണ് സിനിമയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് തിയേറ്ററുകളിൽ വലിയ വിജയമായി ഓടിക്കൊണ്ടിരിക്കുന്ന അതിരടി എന്ന സിനിമയുടെ ബുക്കിങ്ങിനേക്കാളും വലിയ ബുക്കിംഗ് എന്ന് തന്നെ പറയാം. 5000-ന് മുകളിലുള്ള ടിക്കറ്റുകളാണ് ഓരോ മണിക്കൂറിലും ഇന്നലെ ദൃശ്യം 3 വിറ്റ് തീർത്തത്. അത് വലിയൊരു കാര്യമാണ്. ഇന്ന് രാവിലെ ഇപ്പൊ വീഡിയോ ചെയ്യുമ്പോൾ 3000-ഓളം ടിക്കറ്റുകളാണ് ദൃശ്യം 3 മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതിരടി എന്ന സിനിമ 1800-നടുത്തുള്ള ടിക്കറ്റുകളാണ് മണിക്കൂറിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. ആ പടം തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് അതിനെ കവർ ചെയ്തുകൊണ്ട് ദൃശ്യം 3 മുന്നോട്ട് പോയിരിക്കുന്നത്. ഇനിയുള്ള ഓരോ മണിക്കൂറിലും ഗംഭീര ടിക്കറ്റ് സെയിലായിരിക്കും ബുക്ക് മൈ ഷോയിൽ. ഞെട്ടിപ്പിക്കുന്ന കളക്ഷനാണ് സിനിമയ്ക്ക് വരാൻ പോകുന്നത്. തിയേറ്ററുകൾ ഒരുപാട് ഇപ്പോൾ കൂട്ടിയിരിക്കുന്നു. 2500-ന് മുകളിലുള്ള സ്ക്രീനുകളിലാണ് ദൃശ്യം 3 വരുന്നത് എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത്. വളരെ കുറച്ച് തിയേറ്ററുകളിലെ ബുക്കിംഗ് മാത്രമാണ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇനിയുള്ള സമയങ്ങളിൽ ഓരോന്നോരോന്ന് ഓപ്പൺ ആയിക്കൊണ്ടിരിക്കും. വമ്പൻ കളക്ഷൻ സിനിമ നേടിയെടുക്കും. ഇന്നലെ വരെ 17 കോടിക്ക് മുകളിലാണ് ഫസ്റ്റ് ഡേ കളക്ഷൻ എങ്കിൽ ഇന്ന് തീരുമ്പോൾ അത് 20 കോടിക്ക് മുകളിലായിരിക്കും ഫസ്റ്റ് ഡേ. നാളെ രാത്രിയോടുകൂടി സിനിമയുടെ പ്രീ സെയിൽ കളക്ഷൻ ഫസ്റ്റ് ഡേക്ക് വേണ്ടി മാത്രം 30 കോടി എന്ന നേട്ടം സ്വന്തമാക്കും എന്നുള്ളതും എടുത്തു പറയുന്നു. ഇത് ചരിത്രമാണ്. ഒരു ചെറിയ സിനിമ വെച്ച് ഇമ്മാതിരി 2500-ന് മുകളിലുള്ള സ്ക്രീനുകളിൽ പടം വരും എന്ന് പറയുമ്പോൾ പല ആൾക്കാരും പറയും, കേരളത്തിൽ ആകെ 600 സ്ക്രീനല്ലേ ഉള്ളൂ, 650 സ്ക്രീനല്ലേ ഉള്ളൂ, പിന്നെ എങ്ങനെ 2500 എന്ന് പറയും? അങ്ങനെയൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് പറയാനുള്ളത്, ഇത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുള്ള പല സ്ഥലങ്ങളിലുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഒരുപാട് തിയേറ്ററുകൾ വരുന്നുണ്ട്. ഞാനിത് പറയാൻ കാരണം എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എമ്പുരാൻ എന്ന സിനിമ 68 കോടി ഫസ്റ്റ് ഡേ നേടിയെടുത്തപ്പോൾ കുറച്ച് മോഹൻലാൽ ഹേറ്റേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് അവരുടെ ചാനലിലിരുന്ന് വിവരക്കേട് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എങ്ങനെ 68 കോടി കിട്ടും? കേരളത്തിലാകെ 600 സ്ക്രീനുകളേ ഉള്ളൂ. ആ സ്ക്രീനുകളിൽ എല്ലാം കളിച്ചാലും 16-17 കോടിയേ വരികയുള്ളൂ. പിന്നെ എങ്ങനെ 68 കോടി കിട്ടും? ഇത് തള്ളാണ് എന്ന് പറഞ്ഞു നടന്ന വിവരമില്ലാത്ത കുറച്ച് ആൾക്കാരാണ്. അതായത് ഫസ്റ്റ് ഡേ 68 കോടി കിട്ടിയിട്ടില്ല, 15 കോടി 16 കോടിയേ കിട്ടുകയുള്ളൂ, ആകെ 600 സ്ക്രീനേ ഉള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവർ. ഈ പൊട്ടന്മാരോട് അന്നേ നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് 14 കോടിക്ക് മുകളിൽ മാത്രമാണ് സിനിമയുടെ കളക്ഷൻ, ബാക്കി റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നുമാണ് എന്ന് അന്ന് പറഞ്ഞപ്പോൾ അവർക്ക് അതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല എന്നാണ്. അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് കണ്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല, അവർക്ക് വിവരമില്ലാഞ്ഞിട്ടാണ്, ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തതുകൊണ്ടാണ്. അതായത് ദൃശ്യം 3ക്ക് കേരളത്തിൽ വന്നിരിക്കുന്ന ബുക്കിംഗ് കളക്ഷനേക്കാളും ഒരുപാട് മുകളിലാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വിദേശ രാജ്യങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന കളക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആ കളക്ഷൻ തള്ളാണ് എന്ന് ഇവർ പറയുമായിരിക്കും. അപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്തായാലും സിനിമ ഇന്ന് രാത്രിയോടുകൂടി ഫസ്റ്റ് ഡേക്ക് 20 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ നേടിയിരിക്കും. നാളത്തോടുകൂടി അത് 30 കോടിയുമാകും എന്നുള്ളത് എടുത്തു പറയുന്നു. എന്തായാലും ദൃശ്യം 3 തരംഗമായിക്കൊണ്ടിരിക്കുന്നു. ബുക്ക് മൈ ഷോയിൽ വൻ കളക്ഷനാണ് ഇപ്പോൾ സിനിമ നേടിക്കൊണ്ടിരിക്കുന്നത്. മലയാള സിനിമാ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാവാൻ തന്നെയാണ് ദൃശ്യം 3യുടെ വരവ്. സിനിമയ്ക്ക് പോസിറ്റീവ് റെസ്പോൺസ് ആണ് എങ്കിൽ മലയാള സിനിമയുടെ തലവര മാറ്റിയെഴുതും. 500 കോടി എന്ന നേട്ടം ദൃശ്യം 3യിലൂടെ മലയാള സിനിമയ്ക്ക് വന്നു ചേരും. എന്താണ് നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.